എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിയോ നാമിന്റെ അടുത്തേക്ക് വരുന്നു. ഈ സമയം അവനൊരു കോൾ വരുന്നു. ആ കോള് കണ്ടതും അവന് നല്ല ദേഷ്യം വരുന്നു. നാം അവന്റെ അടുത്തേക്ക് വന്ന് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ നീ എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പൊ ഷിയോ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് വരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാള് വന്ന് അവന്റെ കോളറിൽ കുത്തിപ്പിടിക്കുന്നു. ഇയാളെ അയച്ചത് നേരത്തെ കാണിച്ച ആ മുഖം കാണിക്കാത്ത ലേഡി ആയിരുന്നു. അവരുടെ പേര് ബിയോം എന്നാണ്. അവൻ ബിയോമിന് ആന്റിഡോട്ടിന്റെ സാമ്പിൾസ് വേണം എന്ന് പറയുന്നു. ഷിയോ ആകട്ടെ അവന്റെ കൈ തട്ടിയിട്ട് അതെന്റേതാണ്, പാവൽ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടും അടിയാവുന്നു. ശേഷം ഷിയോ അവിടെയുള്ള കോടാലി എടുത്ത് അവനെ വെട്ടുന്നു. ഇവിടെ ജൂ ഏജന്റിനോട് നോയിന്റെ ഫോട്ടോ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അയാൾ ഇല്ലെന്ന് പറഞ്ഞതും അവൾ പിന്നെ അവൻ കൊറിയയിൽ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പാവലിനെ എപ്പോഴും നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഈയിടെയാണ് അവരുടെ മെസ്സേജ് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് ഞങ്ങൾ ഇക്കാര്യം അറിഞ്ഞത് എന്ന് അവനും പറയുന്നു. എന്നിട്ട് ജൂബിനോട് സൂക്ഷിക്കണമെന്നും തോക്ക് വല്ലതും വേണമെങ്കിൽ ചോദിക്കണമെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇപ്പുറത്ത് ഹേസിക്ക് ഷിന്ന് മരിച്ചതറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഷിന്നിനെ കാണാനായി അവന്റെ വക്കീല് വന്നിരുന്നു. അയാൾ കൊടുത്ത ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷമാണ് ഷിന്ന് മരിച്ചത് എന്ന് ആ ഓഫീസറും പറയുന്നു. ഹേസിക്ക് ഷിന്ന് സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ലോയറിന്റെ ഇൻഫർമേഷൻസ് ചോദിക്കുന്നു. ഇപ്പൊ നാം ഷിയോയുടെ ടേബിളിൽ ആന്റിഡോട്ട് കാണുന്നു. ഈ സമയം ഹേസിക്ക് അവൾക്ക് വിളിച്ചിട്ട് ഷിന്ന് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആകെ കൂടെയുള്ള സാക്ഷി മരിച്ചതുകൊണ്ട് തന്നെ കേസ് തെളിയിക്കാനായി നാം തന്റെ വാച്ച് തരാമെന്ന് പറഞ്ഞതും അവൻ അത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നതാണ്, അത് അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു. ഇപ്പൊ ഷിയോയെ ആരോ വിളിച്ചിട്ട് ഷിന്ന് മരിച്ച കാര്യം പറയുന്നു. അത് കേട്ട് അവന് സന്തോഷാവുന്നു. ശേഷം അവൻ ഓഫീസിലേക്ക് വന്ന് ആന്റിഡോട്ട് കുടിക്കുന്നു. എന്നിട്ട് നാമിന്റെ അടുത്തേക്ക് പോയി നമുക്കൊരുമിച്ച് ലഞ്ച് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവൾ നീ ഇപ്പൊ ഹാപ്പി ആയല്ലോ എന്ന് പറയുന്നു. അവൻ എല്ലാ പ്രശ്നവും തീർത്തു കഴിഞ്ഞു, ഇനി ജൂ കൂടി മരിച്ചാൽ ഒക്കെ സെറ്റ് ആവും എന്ന് പറയുന്നു. ഇവിടെ ഹെറിറ്റേജ് ക്ലബിലെ മാഡം നഴ്സിന്റെ വേഷത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇതൊക്കെ ജൂവും കാണുന്നുണ്ടായിരുന്നു. അവൾ ഫോണിൽ ആരോടോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ എന്നെ കൊല്ലാനായി എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ മാഡം ജൂവാണെന്ന് കരുതി ബെഡിൽ കിടക്കുന്ന ഏജന്റിനെ കൊല്ലാൻ നോക്കുന്നു. ഈ സമയം ഏജന്റ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവളോട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ തക്ക സമയത്ത് ജൂ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിൽ പിടിച്ചു പൊക്കി ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എല്ലാവരോടും പോയി പറയാൻ പറയുന്നു. ഇപ്പൊ നാമും ഷിയോയും ലഞ്ച് കഴിക്കുന്നത് കാണിക്കുന്നു. ഷിയോ അവളോട് നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിക്കുന്നു. അവളും അതിന് സമ്മതിക്കുന്നു. അവൻ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്റെ ഫ്രണ്ട് എന്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞതിന് ശേഷവും എന്റെ കൂടെ തന്നെ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് അവളും പറയുന്നു. ഇത് കേട്ട് ഷിയോ എനിക്കും അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ 10ാം വയസ്സിൽ എനിക്ക് അവനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. നാം നിന്റെ ഫ്രണ്ട് റഷ്യക്കാരനാണോ എന്ന് ചോദിക്കുന്നു. അവൻ റഷ്യയിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്, പക്ഷെ അവൻ റഷ്യക്കാരനല്ല, ഇപ്പൊ അവൻ എവിടെയാണെന്നോ എന്ത് ചെയ്യാണെന്നോ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് നാമിനോട് ഇപ്പൊ എന്റെ ഫ്രണ്ടായിട്ടും ലവറായിട്ടും നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. ഈ സമയം അവനൊരു കോൾ വരുന്നു. വിളിച്ചത് മാഡം ആയിരുന്നു. അവർ വിളിച്ചിട്ട് ജൂവിനെ കുറിച്ചുള്ള സത്യം പറയുന്നു. ഇത് കേട്ട് അവനാകെ ദേഷ്യം വരുന്നു. ശേഷം ഓഫീസിലെത്തിയ ഷിയോ ബോഡി ഗാർഡിനെ വിളിച്ചിട്ട് ജൂവിനെയും അവളുടെ ഫാമിലിയെയും സ്ഥാപനങ്ങളെയും നിരീക്ഷിക്കാൻ പറയുന്നു. എന്നിട്ട് അവൻ നാമിനോട് അമ്മ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞാൽ മക്കൾ അവരെ കാണാൻ വരില്ലേ, എന്നാൽ ജൂവിനെ കാണാനായി ഒരു തവണ പോലും നാംസുൺ വന്നിട്ടില്ല, അതിനർത്ഥം രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് നമുക്കെതിരെ കളിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ നാംസൂണിനെ കണ്ടെത്തി അവരെ രണ്ടുപേരെയും ഒരുമിച്ച് തീർക്കണം എന്ന് പറയുന്നു. ഇവിടെ ഹേസിക്കിന് ആ വക്കീലിന്റെ ലൈസൻസ് ഫേക്ക് ആണെന്നും ഒരു രജിസ്റ്റേർഡ് വക്കീലിന്റെ പേരിലാണ് അയാൾ ആൾമാറാട്ടം നടത്തിയതെന്നും മനസ്സിലാവുന്നു. ഇപ്പൊ ജൂ ഹേസിക്കിനെ വിളിച്ചിട്ട് തന്നെ മാഡം കൊല്ലാൻ വന്ന കാര്യം പറയുന്നു. എന്നിട്ട് ഡ്രഗ്സ് കൊടുക്കുന്ന ലേഡിയെ വിദഗ്ധമായ പ്ലാനോടുകൂടി അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. ജൂ വന്ന ആ ലേഡിക്ക് ആന്റിഡോട്ടിന് പൈസ കൊടുത്ത സമയത്ത് അവൾ ആ പണപ്പെട്ടിയിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് കൂടി ഘടിപ്പിച്ചിരുന്നു. ഇപ്പൊ അതിലൂടെ ഹേസിക്കിന് അവളുടെ ലൊക്കേഷൻ ഒക്കെ കിട്ടുന്നു. ഇപ്പൊ അവള് ജൂ കൊടുത്ത പൈസയും കൊണ്ട് അവിടുന്ന് മുങ്ങാൻ നോക്കുന്നു. ഇപ്പുറത്ത് പോലീസുകാരൻ ബാക്കിയുള്ളവരോട് ഷിന്നിനെ കാണാൻ വന്ന വക്കീല് ഫേക്ക് ആയിരുന്നു എന്ന് പറയുന്നു. ഈ സമയം ഹേസിക്ക് ആ ലേഡിയെ ഫോളോ ചെയ്ത് അവളെ പിടികൂടുന്നു. താൻ പൈസയും കൊണ്ട് ഓടിപ്പോകുന്നതറിഞ്ഞ് ഹെറിറ്റേജ് ക്ലബിലെ ആരോ അവളെ ഫോളോ ചെയ്യുന്നു എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അതൊരു പോലീസാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഹേസിക്ക് അവളെ വിലങ്ങ് വെച്ച് രക്ഷപ്പെടാൻ നോക്കരുത്, അങ്ങനെ ചെയ്താൽ ഷിന്നിനെ പോലെ മരിക്കേണ്ടി വരും എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ ഷിന്ന് എങ്ങനെയാ മരിച്ചത് എന്ന് ചോദിക്കുന്നു. ഹേസിക്ക് ഷിന്നെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ലോയറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് വക്കീലാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നു. എന്നിട്ട് വക്കീലിനെ ഒന്നും കോണ്ടാക്ട് ചെയ്യാതെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ പേടിച്ചിട്ട് എനിക്കൊന്നും തന്നെ അറിയില്ല, മാഡം പറഞ്ഞത് മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറയുന്നു. അടുത്ത സീനിൽ ഹേസിക്കിന് ഷിന്നിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടുന്നു. ലോയർ കൊടുത്ത ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് വന്നാണ് അവൻ മരിച്ചത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നു. എന്നാൽ അവിടെ ക്യാമറയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊന്നും ഒരു തെളിവുമില്ലായിരുന്നു. ഇപ്പൊ ഹേസിക്ക് കൊടുത്ത റിപ്പോർട്ടൊക്കെ വായിച്ചതിന് ശേഷം കമ്മീഷണറിന് ഷിയോ ആണ് ഡ്രഗ്സ് വിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇപ്പുറത്ത് ഷിയോ ഇരുന്ന് ഉറങ്ങുന്നത് കാണിക്കുന്നു. ഈ സമയം അവന്റെ ഫോൺ റിങ് ചെയ്യുന്നു. അവൻ എണീറ്റത് കണ്ട് നാം നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, നിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ ഷിയോ കോൾ എടുക്കുന്നു. വിളിച്ചത്
സംസാരിച്ചത് ബിയോമായിരുന്നു. അവൾ വിളിച്ചിട്ട് ജാക്കറ്റ് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. അത് പോലീസിന്റെ കയ്യിലാണ് എന്ന് അവനും പറയുന്നു. ഇത് കേട്ട് അവൾക്കും ദേഷ്യം വരുന്നു. അവൾ നിന്നെ ഞാൻ കൊന്നുകളയും ആന്റോൺ എന്ന് പറഞ്ഞതും ഷിയോ തിരിച്ച് ദേഷ്യപ്പെട്ട് എന്റെ പേര് ആന്റോൺ എന്നല്ല ഷിയോ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് നിനക്കെന്നൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോള് വെക്കുന്നു. നാം അവന്റെ കൂടെയുണ്ട് എന്ന ധൈര്യത്തിലാണ് അവനിപ്പോ അവരോട് ധിക്കാരത്തോടെ സംസാരിച്ചത്. ശേഷം ഷിയോ വളരെ വിചിത്രമായ രീതിയിൽ ചിരിക്കുന്നു. ഇത് കണ്ട് നാം അവന്റെ അടുത്തേക്ക് വന്ന് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അവൾ നേരത്തെ ഇവർ സംസാരിച്ചതൊക്കെ തന്റെ വാച്ച് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അവർ റഷ്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാമിനൊന്നും തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു. അവൾ ഷിയോയോട് ആരാ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അവൻ നീ നിന്റെ പാരന്റ്സിനോട് ധിക്കാരത്തോട് സംസാരിക്കാറുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. ഇത് കേട്ട് അവൾ അതിന് നിനക്ക് പാരന്റ്സ് ഇല്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് ആന്റോൺ ആരാണ് എന്നും ചോദിക്കുന്നു. ആന്റോൺ എന്നത് എന്റെ റഷ്യൻ പേരാണ് എന്ന് അവനും പറയുന്നു. ഇവിടെ മുത്തശ്ശി മുമ്പ് അങ്കിളിനെ കാണിച്ച ആ ലേഡി ഡോക്ടറിന്റെ അടുത്തെത്തുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ അങ്കിളിനെ കൊണ്ട് ഈ ഡോക്ടറെ കല്യാണം കഴിപ്പിക്കാനാണ് ആഗ്രഹം. ഇതിനായി മുത്തശ്ശി അങ്കിളിനെ കുറെ പൊക്കി പറയുന്നു. എന്നിട്ട് അവന്റെ സിസ്റ്റർ അവന് വേണ്ടി 8 നിലയുള്ള ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട്. ക്ലിനിക് ഒക്കെ നടത്താൻ പറ്റിയ ബിൽഡിംഗ് ആണ്. അതിന്റെ താഴത്തൊരു കഫേയുണ്ട്. ക്ലിനിക്ക് നടത്തുകയാണെങ്കിൽ നമുക്ക് ആ കഫേയിലുള്ള വാടകക്കാരെ ഒഴിപ്പിക്കാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇത് കേട്ട് ഡോക്ടർ ഇപ്പൊ വാടകക്കാരെയൊക്കെ ഒഴിപ്പിക്കാൻ വലിയ പാടാണ് എന്ന് പറയുന്നു. ഡോക്ടർക്ക് ഒന്നും മനസ്സിലാവാത്തത് കണ്ട് മുത്തശ്ശി നിനക്ക് എന്റെ മകനെ കല്യാണം കഴിച്ചൂടെ എന്ന് ഡയറക്റ്റ് ആയി ചോദിക്കുന്നു. ഡോക്ടർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഇല്ലെന്ന് പറഞ്ഞതും മുത്തശ്ശി ഹാപ്പി ആവുന്നു. ഇവിടെ ഹേസിക്ക് നാമിനെ കൂട്ടാനായി വന്നിട്ടുണ്ടാവും. നാം അവന്റെ അടുത്തേക്ക് പോയി ഷിയോ ഇപ്പൊ എന്റെ ഫാമിലിയുടെ പിന്നാലെയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഹേസിക്ക് നീ നിന്റെ വീട്ടിലേക്കൊന്നും പോണ്ട, നീ എന്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറയുന്നു. ഞാനിപ്പോ എന്റെ ഫാമിലിയുടെ കൂടെ പോയി അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് വേണ്ടത് എന്നൊക്കെ നാം പറഞ്ഞതും അവൻ നീ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് ആപത്താണ് എന്ന് പറയുന്നു. അവൾക്കും അത് ശരിയായി തോന്നുന്നു. ശേഷം നാം ഷിയോപ്പ് എന്നോടെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനിപ്പോ എന്താ, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടോ എന്ന് ഹേസിക്കും ചോദിക്കുന്നു. എന്നിട്ട് നീ എന്തിനാ അവന്റെ കൈയിലേക്ക് തന്നെ വീണത്? അവൻ നിന്നെ പിടിച്ചപ്പോ എന്തുകൊണ്ടാണ് നിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ തള്ളിയിടാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അവൻ ജലസായത് കണ്ട് നാം അവനെ കളിയാക്കുന്നു. ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പുറത്ത് ജൂവിനെ കാണിക്കുന്നു. പിയയുടെ സേഫ്റ്റിക്കായി ജൂ അവളോട് അവളുടെ ഹോട്ടലിൽ താമസിക്കാൻ പറയുന്നു. ഇപ്പൊ ബോങ്കോയും നാമിനും സ്റ്റുഡിയോയുടെ പുറത്തിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ബോഡി ഗാർഡ്സ് വരുന്നു. ഈ സമയം ജൂ ബോങ്കോയെ വിളിച്ചിട്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരെ അയച്ചത്, ഇനി മുതൽ രാത്രി പുറത്തിറങ്ങണ്ട എന്നൊക്കെ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.